ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോ കുക്ക് ഡെസേർട്ട് ഐറ്റമാണ് അവൽ മിൽക്ക്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അവലെടുക്കുക. വെള്ള അവലോ ബ്രൗൺ കളർ അവലോ ഏതായാലും എടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവൽ നന്നായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നല്ല കിളിങ്ങണ പോലെ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് റോസ്റ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അവലെടുത്ത് ഒന്നെങ്കിൽ നമ്മൾ കഴിച്ച് നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊട്ടിപ്പോവും. ആ ഒരു പരുവത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ചെറുപഴം ഇതുപോലെ മുറിച്ചിടാം. ചെറുപഴമായിരിക്കും ഏറ്റവും നല്ലത്. വലിയ പഴം ഉപയോഗിക്കണേക്കാളും നല്ലത് ചെറുപഴമായിരിക്കും അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ്. ഇനി ഒരു ഫോക്കോ സ്പൂണോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ചായാലും മാഷ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരം അനുസരിച്ച് കുറച്ച് കൂടുതൽ പഞ്ചസാര കുറവോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ഇത് മിക്സിയിലിട്ട് അടിക്കരുത്. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു വലിയ ഗ്ലാസ് എടുക്കുക. വലുതായിരിക്കും എപ്പോഴും നല്ലത്, കാരണം നമ്മളിത് ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പഴവും പഞ്ചസാരയുടെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്ലാസിൻ്റെ 1/3 പോർഷൻ വരെ നമുക്കിത് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇനി കോൺഫ്ലേക്സ് ആണ് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ പഴം ഷുഗർ മിക്സ്ചറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയർ ഞാൻ വീണ്ടും അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കോൺഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണിത്. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എപ്പോഴും നല്ല തണുത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും പിസ്ത ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. കാരണം നമ്മൾ ഓരോന്നും ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ നട്ട്സും കോൺഫ്ലെക്സിൻ്റെ ഒക്കെ ക്രഞ്ചിനെസ്സും ആ പാലിൻ്റെയും പഴത്തിൻ്റെയും അവലിൻ്റെയും ഒക്കെ ഒരു സൂപ്പർ ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.